മുഅ്മിനീങ്ങളാണ്. على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. عباد الله أوصيكم وإياي بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ചില ചോദ്യങ്ങളെക്കാളും കൂടുതൽ സാധാരണ ഉണ്ടാവാറ് ദുആ കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രിയമുകളാണ്. അതും നല്ലൊരു അടയാളാണ്, മുഅ്മിനീങ്ങളുടെ ഈമാന്റെ അടയാളാണ്. അപ്പോൾ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം, പടച്ചവനോട് ചോദിച്ചാൽ പടച്ചവൻ കേൾക്കും എന്നൊരു ധാരണ ഉണ്ടല്ലോ, എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം അത് ഈമാനാണല്ലോ, അത് ഈമാന്റെ ഒരു ഭാഗമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി അള്ളാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ജീവിപ്പിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി അള്ളാഹുത്തെ നമ്മളെല്ലാവരും മരിപ്പിച്ച് തരുകയും ചെയ്യട്ടെ. ആഖിബത്ത് പടച്ചവൻ നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എൻ്റെ ഉമ്മാടെ ആണ്ടാണ് ഇന്ന്. ഉസ്താദ് ദുആ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നലെ വെള്ളിയാഴ്ച, ഇന്നലെ നമ്മൾ PM മറുപടി പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും ഖബർ ജീവിതം വളരെ സന്തോഷകരമാക്കുകയും അവർ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും അവരിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പടച്ചവൻ പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ നൂറുദ്ദീൻ തങ്ങൾ ഒരു PM ചെയ്തത് വേറൊരാളുടെ വിഷയമാണ് പറഞ്ഞിട്ട്, ക്ലാസ് റൂമിൽ ഉള്ള UK ഹാഷിം എന്നിവരുടെ മൂത്തമ്മ ഇന്നലെ രാത്രി മരണപ്പെട്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാഷിമിന്റെ മൂത്തമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും അവരുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ സ്വാലിഹായ അമലുകളെ അവരുടെ ഖബറിൽ അള്ളാഹു അവർക്ക് തുണയായി നൽകുകയും ഖബർ വിശാലമാക്കി കൊടുക്കുകയും ഖബർ ജീവിതം സുഖമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കാരം ഖളാ വീട്ടുമ്പോൾ 10 എണ്ണം ഉള്ളതിന് 12 എണ്ണം നിസ്കരിച്ചു, എന്നാൽ അതിന് അധികം നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുമോന്ന്? അധികം നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടൂല. അധികം നിസ്കരിച്ചതിന്റെ കാരണം ഒരു വെറുതെ നിസ്കരിക്കാണ്ടല്ലോ, വെറുതെ അങ്ങനെ നിസ്കരിക്കുക. ഫർദ് നിസ്കാരം ഇപ്പൊ ളുഹൂർ എന്ത് ചെയ്യുക, പല പ്രാവശ്യം നിസ്കരിക്കുക, അത് പാടില്ല, ഹറാമാണ്. ളുഹൂർ ഒരിക്കൽ നിസ്കരിച്ച് പിന്നെ വീണ്ടും നിസ്കരിക്കുക, അത് ഹറാമാണ്. പിന്നെ വീണ്ടും നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? പിന്നെ വീണ്ടും നിസ്കരിക്കണമെങ്കിൽ അത് രണ്ടാമതാണ് മടക്കി നിസ്കരിക്കുന്നത്. അതാ ആണ് എങ്കിൽ ജമാഅത്തായിക്കൊണ്ട് മടക്കി നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. ഖളാ ആയാലല്ല. ഖളാ ആയാലേ ഒരിക്കൽ തന്നെ ഖളാ കൂട്ടാൻ പാടുള്ളൂ. ഒരു നിസ്കാരം ഖളാ ആയത് ഒരിക്കൽ തന്നെ ഖളാ കൂട്ടാൻ പറ്റുള്ളൂ. അതാ നിസ്കാരമാണ്, ഖളാ ആവാത്ത നിസ്കാരമാണ് എങ്കിൽ രണ്ടാമത് മടക്കി നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. എങ്ങനെ? ഒറ്റക്കല്ല, ജമാഅത്തായിട്ട്. അത് ആദ്യം നിസ്കരിച്ചത് ഒറ്റക്കാരും വേണ്ടില്ല, ജമാഅത്തായിട്ടായാലും വേണ്ടില്ല. രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് എന്തായിരിക്കണം? ജമാഅത്തായിട്ട് തന്നെ ആയിരിക്കണം, അതാ ആയിട്ടും ആയിരിക്കണം. അത് സുന്നത്താണ്. അതല്ലാതെ ഖളാ ആയ നിസ്കാരം ഒന്നിലധികം പ്രാവശ്യം നിസ്കരിക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യൽ ഹറാമുമാണ്. വെറുതെ നിസ്കരിക്കുക, ളുഹൂർ വീണ്ടും ഇങ്ങനെ ഒരു ളുഹൂർ ഖളാ ആയിട്ടുണ്ട്, വീണ്ടും ഖളാ വീട്ടുക, പിന്നെ ഖളാ വീട്ടുക, പിന്നെ അത് സഹീഹായിക്കണോ ഇല്ല എന്ന കാര്യം സംശയമുണ്ട്. അപ്പൊ തന്നെ ഉറപ്പ് വരുത്തണം അത് അങ്ങനെ നിസ്കരിക്കാം എന്നല്ലാതെ ആദ്യത്തെ സഹീ ആയിട്ടുണ്ട് എന്ന് നമുക്കറിയാം, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാ, നിസ്കരിക്കുക ഇല്ല. അങ്ങനെ ദീനിൽ അങ്ങനത്തെ വിഷയം ഇല്ല. പിന്നെ ഉസ്താദെ, ഞാൻ ഫ്രം തുർക്കി. എനിക്ക് നാളെ എന്റെ ഒരു ജോലി സംബന്ധമായ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു ഹുദവി എന്നാ തോന്നുന്നത്. എനിക്ക് ഹുദവികളാണ് ഇപ്പൊ തുർക്കിയിലൊക്കെ ഉള്ളതല്ലേ. ഇപ്പൊ തുർക്കി ഇപ്പൊ ഹുദവികളുടെ കയ്യിലാണ്, അൽഹംദുലില്ലാ. പിന്നെ 10-40 തുർക്കികൾ അല്ല ഹുദവികൾ ഈ പ്രാവശ്യം തന്നെ പോയിട്ടുണ്ടേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ദാറുദാന്ന് പുറത്തിറങ്ങിയ 10-40 അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ അതായിരിക്കട്ടെ. ഇനിയിപ്പോ ഏത് നാളാന്ന് അറിയില്ല. ഒരാള് ഞാൻ തുർക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഫ്രം തുർക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് നാളെ എന്റെ ഒരു ജോലി സംബന്ധമായൊരു ഇന്റർവ്യൂ ഉണ്ട്. ക്ലാസ് റൂമിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ. എന്നും ക്ലാസ് റൂം കേൾക്കാറുണ്ട്, ഇന്ന് ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഇത് പറയാൻ വേണ്ടി മാത്രം കയറിയതാണ്. അസ്സലാമു അലൈക്കും. ഇത് ഇന്നലെ വന്ന PM ആണ് അല്ലേ? ഇന്നലെ വന്ന PM എന്ന എന്റെ ഓർമ്മ. ഏതായാലും ശരി,
അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇന്റർവ്യൂ അദ്ദേഹത്തിന് ആ ജോലിയും ഹൈറാണ് എങ്കിൽ അതിൽ അള്ളാഹു നല്ല വിജയം നൽകുകയും ആ ജോലി അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകുകയും അത് ഹൈറാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അതല്ല ഇനി അതിനേക്കാളും ഹൈറായത് വേറെ ഉണ്ട് നിൽക്കുക, അത് അള്ളാഹ് നമുക്കറിയില്ലോ. ഏതാണോ ഏറ്റവും ഹൈറായ നല്ല ജോലിയും നല്ല ശമ്പളവും ആ ജോലി ചെയ്യുമ്പോൾ നല്ല മനസ്സമാധാനവും ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള തൗഫീഖും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടികളൊക്കെ ഉന്നതരാക്കട്ടെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ഉന്നതരാക്കട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ. ആമീൻ. പിന്നെ ഡോട്ട് ഒഴിവാക്കുമോ? ഡോട്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ആരാ ഡോട്ടിട്ട്? അത് നിങ്ങൾ പെട്ടെന്ന് പിന്നെ വേറെ എല്ലാവരും കൂടി ഡോട്ടിട്ട സമയത്ത് പിന്നെ ചിലപ്പോൾ ഡോട്ട് വന്നതായിരിക്കും. അതല്ലെങ്കിൽ വല്ല വേണ്ടാത്ത ടെക്സ്റ്റ് എന്തെങ്കിലും ചെയ്തപ്പോഴൊക്കെ താൽക്കാലികമായി ഡോട്ട് ഇട്ടായിരിക്കാം. ഞാൻ ഇപ്പോൾ ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാവരെയും. അതുകൊണ്ട് ഇനി നിങ്ങൾ വേണ്ടാത്ത ചെയ്യരുത് കേട്ടോ. ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു വിശ്വാസവഞ്ചന ചെയ്യരുത് എന്ന്, അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോ നമ്മൾ ഏതായാലും ഒഴിവാക്കിയിട്ടുണ്ട്, ഡോട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെന്താണ്? AP ഉസ്താദ് അഹമ്മദാബാദിൽ അതുപോലെ എന്താണില്ലേ ചില ആളുകൾ ഇപ്പൊ നമ്മുടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ വലിയൊരു സമ്മേളനം ഉണ്ടായില്ല പണ്ട് ഇവിടെ. അതിപ്പം ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ലല്ലോ അല്ലേ. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് വെറും സമ്മേളനമല്ല, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ദാറുൽ ഹുദയെ പോലെയുള്ള ഒരു സ്ഥാപനം പശ്ചിമ ബംഗാൾ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയതിന് 4-5 വർഷമായി തുടങ്ങിയിട്ട്. അവിടെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടില്ലേ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ചെമ്മാട് എന്താ ഓഫ് ക്യാമ്പസ്, ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസ്. പിന്നെ ഏക്കർ കണക്കിന് സ്ഥലം പിന്നെ പശ്ചിമ ബംഗാളിൽ വാങ്ങി. എന്നിട്ട് അതിന്റെ ഉദ്ഘാടന സമ്മേളനം വലിയൊരു സമ്മേളനം നടന്നു. ഞാൻ തന്നെ വിചാരിച്ചു പടച്ചോൻ ഇതെന്താ കേരളാന്ന്. നമ്മുടെ പല ആളുകളും അതിന്റെ ഫോട്ടോ അയച്ചു തന്നപ്പോഴേ ചെറുശ്ശേരി ഉസ്താദും അതുപോലെ പല ആളുകളും സംബന്ധിച്ച വലിയൊരു സമ്മേളനം നടത്തി. കേരളത്തിലോ ജില്ലാ സമ്മേളനമോ അല്ലെങ്കിൽ മറ്റേ താലൂക്ക് സമ്മേളനം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സമ്മേളനമൊക്കെ നടക്കുന്നത് പോലെ വലിയൊരു സമ്മേളനം. എന്നിട്ട് നമ്മളിപ്പോ ഇങ്ങനെ വലിയൊരു വിഷയമായിട്ട് കൊണ്ടാടുന്നില്ല. അത് ചെയ്യേണ്ട കാര്യം തന്നെ, അവർ ചെയ്തതല്ല, അത് പത്ര വലിയ വിഷയമായിട്ട് കൊണ്ടാക്കിയിട്ടില്ല. അപ്പൊ സമ്മേളനം നടത്തൽ മാത്രമല്ല, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള സ്ഥാപനം അവിടെ ഉണ്ടാക്കുന്നു എന്ന് നാവല് പറച്ചിലല്ല, ഉണ്ടാക്കി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു. ആ ദാറുൽ ഹുദയുടെ കീഴില്, ആ സ്ഥാപനത്തിന്റെ കീഴില് ചുറ്റുഭാഗത്ത് ഏകാംഗ മദ്രസകളും തുടങ്ങി പല സ്ഥലങ്ങളിലും. ഏകാംഗ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തമാര് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു അത് ലോകാത്ഭുതങ്ങളിൽ പെട്ട ഒരു അത്ഭുതമല്ല കേരളത്തിലെ അല്ലെ. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകൾ എന്ന് പറഞ്ഞാൽ അത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ഒരു ബെല്ലടിക്കുക, മദ്രസയിൽ ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ ഫാത്തിഹ ഓതുക, ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ ഒരു ഉസ്താദ് ക്ലാസ് റൂമിൽ പോവുക, എന്നിട്ട് 45 മിനിറ്റ് ഒരു വിഷയത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുക, അടുത്ത് ബെല്ലടിക്കുക, അപ്പോൾ വേറൊരു ക്ലാസ് പിന്നെ തുടങ്ങുക, പിന്നെ ആ കൃത്യസമയത്ത് ബെല്ലടിച്ചാൽ സലാത്ത് ചെല്ലുക, അങ്ങോട്ട് പിരിഞ്ഞു പോരുക അല്ലേ. അപ്പോ അതാണ് പേര്, ദാറുൽ ഇശാഅത്ത് ഇസ്ലാമിയാണ് ഇത് ബംഗാളിലുള്ളത്. അപ്പോ മൻഹജുൽ ഹുദയാണ് ആന്ധ്രയുള്ളത്, മൻഹജുൽ ഹുദ അല്ലെ. അപ്പോ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇപ്പൊ കേരളത്തിലും പിന്നെ കേരളത്തിനോട് അനുബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. 10 ക്ലാസ് റൂമുകൾ, 12 ക്ലാസ് റൂമുകൾ, അതിലൊക്കെ വേറെ ഉസ്താദുമാര് ഒക്കെ അല്ലേ. അതേസമയത്ത് അവർക്കൊന്നും ഇല്ല, അങ്ങോട്ടൊന്നും ചിന്തിക്കാരായിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ഏകാംഗ മദ്രസകളുണ്ട് ഇപ്പോ ദാറുൽ ഹുദയുടെ കീഴിൽ പല സ്ഥലങ്ങളിലും ഏകാംഗ മദ്രസകൾ. ഏകാംഗ മദ്രസ എന്ന് പറഞ്ഞാൽ ഒരു ഹാൾ എടുക്കുക, ആ ഹാളിൽ ഒരു ഉസ്താദിനെ നിയമിക്കുക, ആ ഉസ്താദിന് മുമ്പിൽ കുറെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുക, കുട്ടികൾ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക, നന്നായിട്ട് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക, ചെറിയ നിലക്കൊന്നല്ല, ഉഷാറായിട്ട് കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക. അത്യാവശ്യം ദീനി കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളും, വുളുവിന്റെ ഷർത്ത്, ഫർള്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതിന്റെ പിന്നെ ഒക്കെ ക്രമങ്ങളും
അതിന്റെ ഫളായിലുകളൊക്കെ വിരിക്കുന്ന ചെറിയ കുറച്ച് പിന്നെ ഉറുദുവിലൊക്കെ ഉള്ള പുസ്തകങ്ങളും കൊടുത്ത് അവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഏകാംഗ മദ്രസകളും അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്നല്ല കുറെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗൾഫിലെ തന്നെ പല ആളുകളും വ്യക്തികളും സംഘടനകളും പിന്നെ അതിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കേണ്ട ആളല്ലേ, നമ്മൾ കേരളീയരായ ആളുകൾക്ക് അള്ളാഹു തആല നൽകിയ ശ്രേഷ്ഠതയുള്ള പോലെ ഒരു സൗഭാഗ്യമാണ്. നമ്മുടെ മഹലിലെ മദ്രസകൾ നമ്മൾ നടത്തണം, അല്ലെ, പള്ളികൾ നമ്മൾ നടത്തണം. അതിന് പുറമെ കേരളത്തിന്റെ പുറത്തുള്ള മദ്രസകളൊക്കെ നടത്തുന്നത് നമ്മൾ തന്നെ. ചില മഹല്ലികമാ, അത് ഞാൻ പറയാം, അതിന്റെ ഇടയിൽ കൂടെ ഓർമ്മ വന്നാണ്. ഇത് ദാൽഹുദയിൽ വെച്ചിട്ട് ഇതിനു മുമ്പ് ഒരു ഇമാമുമാരുടെ, അല്ലെ, ഈ മഹല്ല് കമ്മിറ്റികൾക്കും ഇമാമുമാർക്കും ഒക്കെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകുന്ന 2-3 ദിവസത്തെ നീണ്ടുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നില്ലേ ദാൽഹുദയിൽ? കുറച്ച് മുമ്പാണ്. ഒരു കൊല്ലം ആയിട്ടുണ്ടാവില്ല, ഒരു കൊല്ലത്തിന്റെ ഒക്കെ 5-6 മാസത്തിന്റെ അപ്പുറമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇമാമുമാർക്കും മഹല്ല് കമ്മിറ്റിക്കാർക്കും ഒക്കെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രത്യേക ക്യാമ്പ്. ആ ക്യാമ്പിന്റെ പേരൊക്കെ നമുക്ക് ഓർമ്മയില്ല. ഡിപ്ലോമ കോഴ്സ് അല്ലേ, അതെ, എന്താണോ അത് ചില മഹല്ല് കമ്മിറ്റികൾ ഉണ്ടല്ലോ, ആ ചില മഹല്ല് കമ്മിറ്റികൾ കേരളത്തിന് പുറത്തുള്ള ചില മഹല്ല് കമ്മിറ്റികളെ ഏറ്റെടുത്തുക്കാണ് അവർ. ആ മഹല്ല് ഉഷാറാക്കാനും പിന്നെ അവിടുത്തെ ഇമാമിന് ശമ്പളം കൊടുത്ത് ഞങ്ങൾ കൊടുത്തോളാം, അവിടുത്തെ കുട്ടികളെ മാസം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ശമ്പളം കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ചില മഹല്ലുകൾ പുറം രാജ്യത്തുള്ള പുറം സ്റ്റേറ്റുകളിലുള്ള ചില മഹല്ല് കമ്മിറ്റികളൊക്കെ ഏറ്റെടുത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പല പരിപാടികളും നടക്കുകയാണ്. ഇപ്പൊ നാവുകൊണ്ട് വിടുകയല്ല, അല്ലേ, നാവുകൊണ്ട് വിടുകയല്ല, കാര്യം പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഈ പ്രാവശ്യം ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സമ്മേളനത്തിൽ ഞാൻ പോയിരുന്നു. ഈ പ്രാവശ്യം ഞാൻ 1, 2, 3 ദിവസം പോയിരുന്നു. ഇല്ല, ആദ്യ ദിവസം പോയി, പിന്നെ ഒരു ദിവസം അതെ, അല്ലേ, അതെ, 3 പ്രാവശ്യം ദാറുൽ പോയിരുന്നു. ആദ്യം സമ്മേളനത്തിന് മുമ്പാതുകൊണ്ട് പോയത്. ഏതായാലും ശരി, ഈ പ്രാവശ്യം സമ്മേളനം മലയാളികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതല്ല, പിന്നെ കേരളത്തിന് പുറത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. കാരണം കേരളത്തിലെ പോലെ മഹല്ല് സംവിധാനങ്ങൾ കേരളത്തിന് പുറത്തും ഉണ്ടാക്കാനുള്ള അതിന്റെ പിന്നെ മുന്നോടിയായിക്കൊണ്ടുള്ള ഒരു സമ്മേളനം അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ചില ആളുകളൊക്കെ വല്ലാതെ കിട്ടൂല വരണം. എന്നാലും നമ്മൾ പ്രദേശത്തിനേക്കാളൊക്കെ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നു. എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് ഒരു മഹല്ല് സംവിധാനം, മദ്രസ ഭരിക്കുക, പള്ളി പിന്നെ ഭരിക്കുക എന്നൊക്കെ അവർക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകുകയും പിന്നെ അതിന് മാതൃക കാണിക്കാൻ വേണ്ടി കേരളത്തിലെ പിന്നെ പല മാതൃകാ മഹല്ലുകളും അവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ കമ്മിറ്റിക്കാരെ പരിചയപ്പെടുത്തുക, ആ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ വിധിച്ചു കൊടുക്കുക, അവർ സാമ്പത്തികമായിട്ട് ഏത് രീതിയിലൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കുക. അതിന് മറ്റ് കേരളത്തിലെ പല മഹല്ലുകളും അവർ സന്ദർശിക്കുകയും ചെയ്തു ദാറുൽഹുദയുടെ പിന്നെ ചെലവിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. അഹമ്മദാബാദിൽ ഇപ്പോൾ ഉസ്താദ് ഈ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് മോശം അഭിപ്രായം. അപ്പൊ ഞാൻ ഒന്ന് പുറത്ത് പോയി വന്നതാണ്. ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ തന്നെ വേറെ ചില ആളുകൾക്ക് ഈ സമയത്ത് മുപ്പര നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഈ സമയത്ത് കാരണം മോഡിക്ക് പ്രധാനമന്ത്രി ആവാൻ വല്ലാത്തൊരു പൂതിയുണ്ട്. മോഡിനെ പൂതി എന്നല്ല, BJPക്കാർക്ക്, അല്ലെ, ഹിന്ദു വർഗീയവാദികൾക്ക് മോഡിയെ പിന്നെ ഈ സകലമാന മുസ്ലിം വിരോധവും ആവാഹിച്ചെടുത്ത നരേന്ദ്രമോദിയെ ഒന്ന് വാഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് തടസ്സം എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിലും മുസ്ലിം വോട്ട് നിർണായകമാണ്. UP, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, ബീഹാർ പോലത്തെ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും മുസ്ലിം പിന്നെ ഈ വോട്ട് നിർണായകമാണ്. അപ്പൊ ആ മുസ്ലിം വിരോധം ഉണ്ടല്ലോ, മോദിയോട് മുസ്ലിംക്ക് വല്ലാത്ത ഉറപ്പാണല്ലേ, വെറുക്കാതിരിക്കൂല്ല, അത്രമാത്രം കാട്ടിക്കൂട്ടിണ്ടല്ലോ മോദി. അപ്പൊ ആ മോദിയോടുള്ള മുസ്ലിങ്ങളുടെ ആ വെറുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി മോദി നടത്തുന്ന ചില കുതന്ത്രങ്ങളുണ്ട്. കുറെ മൗലാനമാര്, ഇന്ത്യയിലൂടെ വിവിധ മൗലാനമാരുണ്ട്. ആ മൗലാനമാരെ സ്വാധീനിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ട് വലിയ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കും ഗുജറാത്തിൽ. അത് ഗുജറാത്തിലത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല മോദി ചെയ്യുന്നത്. കാരണം ഗുജറാത്തിന്റെ പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാമിക സമ്മേളനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് പിന്നെ ഗുജറാത്ത് എന്ന് മുസ്ലിങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങനെ മോദിക്ക് പ്രധാനമന്ത്രി
ആവാനുള്ള ആ എളുപ്പമാർഗം കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി ഈ മനുഷ്യന്മാരൊക്കെ അങ്ങനെ നിന്നു കൊടുക്കാറ് വല്ലാത്തൊരു സങ്കടകരമായ ഒരു വിഷയമാണ് അതൊക്കെ, അല്ലേ? വല്ലാത്തൊരു സങ്കടകരമായ വിഷയം. അയാളത് ചെയ്യുന്നതിനേക്കാളും സങ്കടകരം എന്ന് പറഞ്ഞാൽ അതല്ല, അയാള് അത്തരം ആളുകളുടെയൊക്കെ എന്തൊക്കെ കെണിയിൽ പെട്ടിട്ടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അത് മനസ്സിലാക്കാൻ ഈ പാവങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ, അതാണ് സങ്കടം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവേ ഈ പാവങ്ങൾക്കില്ലല്ലോ, അത് എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം എന്ന്. ഏതായാലും പോട്ടെ, അല്ലേ? ഏതായാലും അള്ളാഹു സുബ്ഹാനഹു മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിനെ കാക്കട്ടെ. ഞാൻ ഇന്നലെ മറ്റേ സൽമാൻ അസരി രാത്രി സമയത്ത് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തിരുന്നു. ഒരു RSS കാരന്റെ ഒരു പ്രസംഗം ഇവിടെ പ്ലേ ചെയ്തിരുന്നു. റഹ്മാന റബ്ബേ, ആകെ ബേജാറായി പോയില്ലേ. ഒരാൾ പ്രസംഗിക്കുകയാണ്, ഒരു RSS കാരൻ പ്രസംഗിക്കുകയാണ്, എന്ത് ഞങ്ങളുടെ സുന്ദരന്മാരായ നെഞ്ച് നല്ല വീതിയുള്ള ഞങ്ങളുടെ സുന്ദരന്മാരായ യുവാക്കളെ കാണുമ്പോൾ തട്ടത്തിന് മറയത്തിൽ ഇരിക്കുന്ന ഏത് കുട്ടികളും ഇറങ്ങി വരുന്നു. അത് പിന്നെ ആ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടൂല, അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. നമ്മുടെ തട്ടത്തിന് മറയത്തിൽ ഇരിക്കുന്ന പെൺകുട്ടികൾ അവരുടെ ഹിന്ദു യുവാക്കൾ, നെഞ്ചു വീതിയുള്ള സുന്ദരന്മാരായ ഹിന്ദു യുവാക്കളെ കാണുമ്പോൾ ഇറങ്ങി വരാതിരിക്കൂല, ആ കുട്ടികളെ നിങ്ങൾക്ക് ഇനി കിട്ടൂല, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേരള സംസ്ഥാനത്ത് പരസ്യമായി ഒരാൾ പ്രസംഗിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി വഴിയൊരുക്കി കൊടുക്കാൻ വേണ്ടി ഒരു മുസ്ലിയർ സമ്മേളനം നടത്താൻ പോകാനാണ് ഇത്ര വൃത്തികെട്ട ഏർപ്പാടിന് വേറെന്താ ഉള്ളത്? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതൊക്കെ ഒന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് വേറെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ കഴിയാൻ ദുആ ചെയ്യണം. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് നല്ല സമയത്ത്, അല്ലെ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട നല്ല അമൽ ചെയ്തുകൊണ്ടിരിക്കെ നമ്മെ മരിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ടിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കട്ടെ. വുളുവോട് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മരിപ്പിക്കട്ടെ. ഞാൻ ഇന്നലെ ഇപ്പൊ നമ്മുടെ റൂമിൽ ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അല്ലെ, പണ്ട കഫറ പ്രയോഗം ഉണ്ടല്ലേ, കഫറ. ഒരാൾ ബഹുമാനപ്പെട്ട ഷംസുലമിനെ കുറിച്ച് കഫറ എന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ അപ്പത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റ്, ഞാളെ പേരൊക്കെ പറയാം, ഹസൻ മുസ്ലിയാരാണ്, കർണാടകയിലുള്ള ഹസൻ മുസ്ലിയാർ. അദ്ദേഹം അപ്പത്തിന് അവിടെ എഴുന്നേറ്റ്, ഇനി ഇവിടെ ഇരുന്നൂടെ, അള്ളാഹു തആലാന്റെ മലക്കോടെ ശാപ ഇറങ്ങും ഇവിടെ അങ്ങോട്ട്. അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളോട് അത് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി. ആ മനുഷ്യന്റെ, അല്ലെ, അദ്ദേഹത്തിന്റെ മരണം വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ നിന്ന് അദ്ദേഹം തലയുയർത്തുന്ന കാണുന്നില്ല. അദ്ദേഹം സുജൂദിൽ നിന്ന് എത്രയായിട്ട് സുജൂദിൽ നിന്ന് തലയുയർത്തുന്ന കാണില്ല. അപ്പോൾ ആൾക്കാർക്ക് സംശയം നോക്കുമ്പോൾ മുപ്പരി മരിച്ചിരിക്കണ്, സുജൂദി കിടന്ന് മരിച്ചിരിക്കണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മരണം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട, അല്ലേ, ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം, അല്ലേ, അഖറബുമാണ്, എന്താണ്, അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമാണ് ഇത്. അവൻ വഹുവ സാജിദാണ്, അവൻ സുജൂദിലായിരിക്കെയുള്ള അവസരത്തിലാണ് അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം. ആ സമയത്ത് അനുമരിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു തൗഫീഖ് തന്നെയാണ്, അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലുള്ള മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നിങ്ങളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും, നിങ്ങളുടെ മാതാപിതാക്കൾ, നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, അവരൊക്കെ എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച പകലോ വുളു ഉള്ള സമയത്ത് വുളു ഉണ്ടായിരിക്കെ അള്ളാഹു തആല നമ്മെ മരിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്റെ ഉപ്പ വലിയ ഒരു പ്രൊജക്ട് തുടങ്ങി അതിൽപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈമാനോടെ മരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എഴുതിയതാണ് ഇവിടെ. നേരത്തെ ദുആ ചെയ്തിരുന്നു, വേറെ ആരും ദുആ ചെയ്തിരുന്നു. ഇപ്പൊ എനിക്ക് PM വന്നപ്പോ ഇത് പറയണല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ ഉപ്പ എന്ന് പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉപ്പൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടക്കണിയിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷ നൽകട്ടെ. എല്ലാ വക സാമ്പത്തികമായ ബാധ്യതകൾ, ആ ബാധ്യതകളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകട്ടെ.
ഒരു കടവും ഇല്ലാതെ നല്ല രീതിയിൽ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, 6 കൊല്ലമായി വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 19 കൊല്ലമായി സൗദിയിൽ എത്തിയിട്ട് ഇനി നാട്ടിൽ കൂടാൻ ആഗ്രഹമുണ്ട്. മക്കളൊക്കെ നല്ല നിലയിൽ എത്തിക്കാൻ ആഗ്രഹവും ഉണ്ട്. എന്നാൽ ഇതൊക്കെ പലർക്കും ഉള്ള ആഗ്രഹങ്ങൾ തന്നെയാവും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. അള്ളാഹു സാധിപ്പിച്ചു തെരുമാറാവട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ അള്ളാഹു തആല വീട്ടി തരട്ടെ. സാമ്പത്തികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. സാമ്പത്തികമായ ബാധ്യതയൊന്നും ഇല്ലാത്ത നിലക്ക് തന്നെ റാഹത്തായ രീതിയിൽ നാട്ടിൽ കൂടി കുടുംബത്തോടൊന്നിച്ച് കഴിയാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. പിന്നെ അവസാനം ഈമാനോട് കൂടി ചൊല്ലി മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈമാൻ സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഉസ്താദ്, എന്റെ ബന്ധു ഹമീദ് പറവൂർ കണ്ണൂർ മരണപ്പെട്ടു. ഉസ്താദ് ദുആ ചെയ്യണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ച ആൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ സാലിഹായ അമലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുഖാക്കി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മെൻസസ് നിന്ന ഉടനെ കുളിക്കുന്നതിന്റെ മുമ്പ് നോമ്പ് നോൽക്കാൻ പറ്റുമോ? നോമ്പ് നോൽക്കാൻ പറ്റും. ഹൈള അവസാനിച്ചിട്ട് രക്തമൊക്കെ നിന്നിട്ടുണ്ട്, മെൻസസ് കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ട്, പക്ഷെ കുളിച്ചിട്ടില്ല. ആ കുളിക്കണതിന് മുമ്പ് എന്ത് പറ്റുന്ന? നോമ്പ് നോൽക്കാൻ പറ്റും. ത്വലാഖ് ചെല്ലാനും പറ്റും. ത്വലാഖ് ചെല്ലാനെന്ന് പറയില്ലട്ടാ. ഹൈലുകാരി അല്ലേ, ഹൈലിന്റെ സമയത്ത് ത്വലാഖ് ചെല്ലൽ ഒരു ഉത്തമമുള്ള കാര്യമില്ല. അപ്പോ അത് പോട്ടല്ലേ, ഇപ്പൊ ഒരു വ്യാപകമായ ഒരു വിഷയമല്ലല്ലോ. ഇതിപ്പോ അതാണ്. ഏത് ഹൈല് മാറിയിട്ടുണ്ട് പക്ഷെ കുളിച്ചിട്ടില്ല. നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം. തവാഫ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. തവാഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുളിക്കണം. പക്ഷെ അതേ സമയത്ത് നോമ്പ് നോൽക്കണമെങ്കിലോ? നോമ്പ് നോൽക്കാൻ പറ്റും. ഹൈലുള്ള സമയത്തല്ല, ഹൈല് മാറിക്കണ് പക്ഷെ കുളിച്ചിട്ടില്ല, എന്നാലും എന്ത് ചെയ്യാം? നോമ്പ് നോൽക്കാം. പിന്നെ എപ്പോഴാ കുളിക്കേണ്ടത്? കുളിക്കേണ്ടത് സുബ്ഹി ഖളാഅണേന്റെ മുമ്പായിട്ട് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി കുളിച്ചാൽ മതി. അല്ല, നോമ്പിന് അത് ബാധകല്ല. നോമ്പിന് പ്രശ്നമില്ല. ഹൈദ് രക്തം മുറിഞ്ഞു എന്നെല്ലാം യഹില്ല ഖബ്ലൽ ഗുസ്ലി, കുളിക്കുന്നതിന് മുമ്പ് ഹലാലാവുകയില്ല. ഗൈറു സൗമി വത്തലാഖീന, നോമ്പും തൊലാഖും അല്ലാതെ വേറൊന്നും ഹലാലാവൂല. നിസ്കാരം ഹലാലാവൂല കുളിക്കുന്നതിന് മുമ്പ്. പിന്നെ ഇതൊന്നും നോമ്പ് കൊടുക്കാം. നിസ്കാരം, പിന്നെ തവാഫ്, ജിമാഅ് അതൊന്നും ഹലാലാവൂല. ജിമാഅിനൊക്കെ എന്ത് വേണം? അത് മുറിഞ്ഞാൽ മാത്രം പോലെ കുളിക്കും കൂടി വേണം. ഉസ്താദെ, കുടുംബ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉണ്ട്. കുടുംബ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉണ്ട്. ഉപ്പാക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരു മകന്റെ കൂടെ ആയിരുന്നു താമസം. കുറഞ്ഞ ദിവസം ഒരു മകന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ എന്ത് ചെയ്ത്? ഉപ്പ അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ കുടുംബ വീട്ടിലോ ആ മകന്റെ വീട്ടിലോ ഇദ്ദ ഇരിക്കേണ്ടത്? എവിടെ ഇദ്ദ ഇരുന്നാലും മടിലാണല്ലാണ്. ഇദ്ദരിക്കാനല്ലേ ആ മരിച്ച വീട്ടിൽ തന്നെ ഇരിക്കണമെന്നില്ല. ഇദ്ദരിക്കാൻ, ഈ ഭർത്താവ് മരിച്ചതിന്റെ ഇദ്ദ 4 മാസം 10 ദിവസം. എന്താണ് ആ ഇദ്ദരിക്കുക എന്ന് പറഞ്ഞാല്? ആ ഇദ്ദരിക്കുക എന്ന് പറഞ്ഞാല് അവിടെ ആഭരണം ഒഴിവാക്കുക, സ്വർണ്ണാഭരണമൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ കളറുള്ള വസ്ത്രം ഒഴിവാക്കുക. അതാണ് ഇപ്പൊ ഇദ്ദരിക്കുക എന്ന് പറഞ്ഞാല്. സ്വർണ്ണാഭരണവും അതുപോലെ തന്നെ കളർ വസ്ത്രം ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങി പോവാതിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങി പോവുക ചെയ്യുക. ഇങ്ങനെ ആവശ്യമില്ല, അവൾക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ സാധിക്കാത്ത ആളാണ്, എന്നാൽ ജോലിക്ക് പോവുക ചെയ്യുക. അല്ലെങ്കിൽ രോഗിയാണ്, ഡോക്ടർക്ക് പോവാം. അതല്ലെങ്കിൽ പുറത്തെ പിന്നെ ഉമ്മാന്റെ വീട്ടിലേക്ക് ഉമ്മാനെ കാണാൻ വേണ്ടിയോ വാപ്പാനെ കാണാൻ വേണ്ടിയോ ഒക്കെ പോവുക ചെയ്യുക. അതല്ല. അപ്പൊ മരിച്ച വീട്ടിൽ തന്നെ എഴുതിരുന്നോളണം എന്നില്ല. ഇനി ഒരു മകന്റെ വീട്ടിൽ നിന്നാണ്
പിന്നെ ഭർത്താവ് മരിച്ചത്, അങ്ങനെ എന്ത് ചെയ്ത് തറവാട്ടിക്ക് പോയിക്കൊള്ളൊന്നുമില്ല. ധരിക്കാൻ തറവാട്ടിലേക്ക് ആവണം എന്നില്ല. എവിടെ ഇരുന്നാലും വേണ്ടില്ല, ഏത് മക്കളെ വീട്ടിലിരുന്നാലും വേണ്ട, അതോട് വിരോധമില്ല. പിന്നെ ഫിത്തിന ഫൈസി റൂമിൽ നിന്ന് എല്ലാ സുന്നികളും ഒഴിഞ്ഞു പോകുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണമല്ലേ സഹോദരൻ? അപ്പൊ ഇന്ന് മോശമുള്ളത് അല്ലേ? നമ്മളവിടെ ഫിത്തന പറഞ്ഞ കാരണേ ഇവിടുന്ന് സുന്നികളൊക്കെ ഒഴിഞ്ഞു പോകേണ്ടതാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അനുകൂലമാണല്ലോ, നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല അപ്പൊ വേണ്ടത്. അപ്പോ അത് പോട്ടല്ലേ. നിസ്കാരത്തിൽ അവസാനമാണ് കണ്ടത് എന്താണ്? ഉളുവിന്റെ ഭാഗത്ത് വെള്ളം ചേർത്തത് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, എന്നാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണോ? ചേരാത്തതില്ലേ? നിസ്കാരത്തിൽ ഉളുവിന്റെ അവയവത്തിൽ എന്ന് പറഞ്ഞാല് ഫർളായ ഇതുണ്ടല്ലോ, മുഖം അല്ലെ, 2 കൈ, അതുപോലെ തന്നെ തല, പിന്നെ 2 കാൽപാദം, ഇതല്ലപ്പോ ഫർളായ സ്ഥലം, കഴുകൽ നിർബന്ധമായ സ്ഥലം, തടവല് നിർബന്ധമായ സ്ഥലം, പിന്നെ തല, അതേസമയത്ത് ചെവി തടവല് അത് സുന്നത്താണ് അല്ലെ. ഏതായാലും ശരി, ഫർളായ സ്ഥലം പിന്നെ അവയവമാണ്. കഴുകലും ഫർളായ ആ അവയവം ഉണ്ടല്ലോ, അത് ആ അവയവത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം ചേർന്നിട്ടില്ല എന്ന് നിസ്കാരത്തിന്റെ അവസാനത്തിൽ കണ്ടു, എന്നാലോ ചേർന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് നിൽക്കുക. ഉറപ്പാണെങ്കിൽ ആ നിസ്കാരം വേഗം ഒന്നുണ്ടാക്കില്ല. ആ സ്ഥലവും ആ പിന്നെ വെള്ളം നന്നിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലവും അതിന് ശേഷമുള്ളതും കഴുകണം. പിന്നെ എന്നിട്ട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. നേരെ മറിച്ച് സംശയം നിൽക്കുക, സംശയമാണെങ്കിൽ ആ വുളു സഹിയായിരിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ആ നിസ്കാരമൊക്കെ സഹിയായിരിക്കുന്നു. അതാണ് അതിന്റെ മസാല. നേരെ മറിച്ച് ഉറപ്പാണ് ഇന്ന സ്ഥലത്ത് വെള്ളം ചേർന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് എങ്കിൽ ആ സ്ഥലവും കഴുകണം, അതിന്റെ ശേഷമുള്ള സ്ഥലങ്ങളും കഴുകണം, പിന്നെ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. ഉറപ്പില്ലെങ്കിൽ പ്രശ്നമില്ല, സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യുന്നു വേണ്ട. അവിടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ പെങ്ങളുടെ മകൾക്ക് അനുയോജ്യമായ കല്യാണം ചെയ്യാൻ ഉസ്താദ് ദുആ ചെയ്യണം. മദ്രസാധ്യാപകനായിരുന്ന അളിയൻ 1 വർഷം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. അളിയൻ മദ്രസാധ്യാപകനായിരുന്നു, 1 വർഷം മുമ്പ് മരിച്ചു പോയി. അപ്പൊ പെങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞാൽ അപ്പോ വാപ്പല്ലാത്ത കുട്ടിയാണ്, വാപ്പ മരിച്ചു പോയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് സംരക്ഷണം നൽകട്ടെ. നല്ല റാഹത്തായ അനുയോജ്യമായ നല്ലൊരു വരനെ അള്ളാഹു ആ കുട്ടിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ഹജറുൽ അസ്വദ് മലക്കാണെന്ന് ഒരു ഉസ്താദ് പറഞ്ഞു, ശരിയാണെന്ന്. റഹ്മാനത് മലക്കോ മലക്കാണെന്ന്. ഹജറുൽ അസ്വദ് ഒരു കല്ലാണ് അല്ലേ? അത് സ്വർഗത്തിലായിരുന്നു ആ കല്ല് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് കാബയുടെ മൂലയിലുണ്ട്. അത് മലക്കൊന്നല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മലക്ക് കല്ലാതാണ്, അതിനെ കുറിച്ച് അറിയില്ല എനിക്ക്. മലക്ക് കല്ലായതാണെന്നുള്ളതും അതൊക്കെ എന്ത് കഥയ്ക്കാണാവോ അല്ലെ? മലക്ക് കല്ലായതാണ് എനിക്ക് കഥ അറിയില്ല. വളരെ പ്രയാസമായിട്ടാണ് മനസ്സിലാകുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉപ്പാന്റെ സഹോദരി സുഖമില്ലാതെ കിടപ്പിലാണ്. പ്രായമുണ്ട്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രായമുള്ള ആള് പിന്നെ മരിക്കലാണ് ഖൈർ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. അതല്ല ജീവിക്കലാണ് ഖൈർ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി ആഫിയത്തോടുകൂടി അല്ലാഹുവിന്റെ ത്വാഅത്തിലായി അല്ലാഹു ജീവിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ജനാബത്തുകാരൻ ബക്കറ്റും പാട്ടയും ഉപയോഗിച്ച് എങ്ങനെയാണ് കുളിക്കേണ്ടത്? വിശദീകരിക്കുമോ?
ബക്കറ്റും പാട്ടയാണ്ട് കുളിക്കേണ്ടത് ശരീരത്തിലേക്ക് വെള്ളം പിന്നെ ആദ്യം കയ്യും കഴുകുക. ആദ്യം അവന്റെ കുറച്ച് ഒരു കപ്പിൽ നിന്ന് ഒരു പാട്ട എന്നുള്ള പറയണല്ലേ, ഒരു പാട്ടെന്ന് അറിയാമേ, ഒരു പാട്ട വെള്ളം എടുത്തിട്ട് അവന്റെ കൈ ജനാപത്ത് ഉയർത്തുന്നു എന്ന നീയത്തോടു കൂടി എന്ത് ചെയ്യുക, 2 കൈയൊന്നിട്ട് കഴുകുക. എന്തിനാ കൈ കഴുകണത്? ജനാപത്ത് ഉയർത്തുന്നു എന്ന നീയത്തോടു കൂടി എന്ത് ചെയ്യുക, വെള്ളം പാര്, 2 കൈമലും വെള്ളം പാര, 2 കൈ കൊണ്ട് ഉയരുക. 2 കൈയും കഴുകുമ്പോൾ പിന്നെന്ത് ചെയ്ത്, അപ്പൊ ആ കൈയിന്റെ ജനാപത്ത് ഉയർന്നു പോയി. അപ്പൊ അല്ലേ ഇനി അവന്റെ കൈ പിന്നെ വെള്ളത്തിൽ മുക്കാൻ നിൽക്കുക, കൈ തട്ടി നിൽക്കുക. എന്നാലും ഇപ്പൊ ആ വെള്ളത്തിന് പ്രശ്നമില്ല. കാരണം എന്താണ്, അവിടെ അവന്റെ കൈമത്തെ ജനാപത്ത് ഉയർന്നു പോയിട്ടുണ്ട്, ആദ്യമേ ഉയർന്നു പോയിട്ടുണ്ട്. ഇനി ആ കൈ വെള്ളത്തിൽ തട്ടുമ്പോൾ ആ തട്ടിയ ഭാഗത്തുള്ള ജനാപത്ത് ഉയരൂലല്ലോ, അല്ലോ ആ സമയത്ത് ഉയരൂലല്ലോ, അതിന് ആദ്യം ഉയർന്നു പോയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ വെള്ളം മുസ്താമലാവൂല. അപ്പൊ ആദ്യം കുറച്ച് പിന്നെ നീയത്തൊന്നും വെക്കാതെ ജനാപത്ത് ഉയർത്തുന്നു എന്ന് നീയത്ത് വെക്കുന്നതിന്റെ മുമ്പ് കുറച്ച് വെള്ളം കോരിയെടുക്കുക അതിൽ നിന്ന്. എന്നിട്ട് ജനാപത്ത് ഉയർത്തുന്നു എന്ന നീയത്തോട് കൂടി 2 കൈയൊന്നാണ് കഴുകുക. അങ്ങനെ കഴുകിയതിനു ശേഷം പിന്നീട് വെള്ളം ഇങ്ങനെ മുക്കി എടുക്കുന്ന സമയത്തൊക്കെ അവന്റെ കൈ ആ വെള്ളത്തിൽ തട്ടി നിൽക്കുക. എന്നാലും പ്രശ്നമില്ല, കാരണം ആ വെള്ളം മുസ്താമലാവൂല. എന്നിട്ട് അതിലേക്ക് കൂടുതൽ തെറിക്കാത്ത നിലക്ക് തന്നെ എന്ത് ചെയ്യുക, സൂക്ഷിച്ചുകൊണ്ട് വെള്ളം ശരീരത്തിൽ മുഴുവൻ വെള്ളം ഉണ്ടാക്കുക. ആദ്യം ശരീരത്തിൽ മുഴുവൻ വെള്ളം ഉണ്ടാക്കുക. അപ്പൊ എന്താ, ഇവ ശരീരത്തിലെ മുഴുവൻ ജനാപത്ത് ഉയർന്നു. ശരീരത്തിലെ മുഴുവൻ ജനാപത്ത് ഉയർന്നല്ലോ. ഇനിയിപ്പോ ജനാപത്ത് ഉയർന്നതിന് ശേഷം ഇനി ശരീരം പിന്നെ കൂടുതൽ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയൊക്കെ വെള്ളം അങ്ങനെ എടുക്കേണ്ടത്. അപ്പൊ ആ വെള്ളം അതിക്ക് തീർക്കണമെന്ന് വിരോധമില്ല. ഇനി ശരീരത്തിൽ മുഴുവൻ ആദ്യം വെള്ളമാക്കിയാണ് ഇപ്പൊ ജനാപത്തൊക്കെ ഉയർന്നു പോയി. പിന്നീട് നമ്മൾ സോപ്പൊക്കെ തേച്ച് കുളിക്കാനൊക്കെ വേണ്ടി വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തെറിച്ച് നിൽക്കുക. അതുകൊണ്ട് വിരോധമില്ല. എന്തുകൊണ്ട് വിരോധമില്ല? പിന്നെ തെറിക്കുന്ന വെള്ളം ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമല്ലല്ലോ. കാരണം ജനാപത്ത് ആദ്യം ഉയർത്തി കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ പിന്നീട് പിന്നെ നജസല്ലാത്ത വെള്ളമാണ് അതിലേക്ക് തെറിക്കുന്നതെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ സലാഹുദ്ദീൻ ഫൈസിയുടെ പ്രസംഗത്തിൽ കേട്ടതാണ്. ഉണ്ടാവാം, എനിക്കറിയില്ലാറില്ലേ മലക്ക്. അതൊക്കെ ഒരു മൂപ്പര് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞതായിരിക്കും, ഉറപ്പിച്ച് പറഞ്ഞതാവൂല അല്ലേ. ഹജറുൽ അസ്വദ് ആദ്യം മലക്ക് കല്ലാതാണെന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞതാവില്ല. അങ്ങനെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ പലരും പല നിഗമനങ്ങളും പല ചരിത്രങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞതായിരിക്കാം എന്നാ തോന്നുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഉമ്മാന്റെ പരലോക വിജയത്തിന് പ്രത്യേകം ദുആ ചെയ്യണം. കൂടാതെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി കിട്ടുവാനും പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാന്റെ പരലോക ജീവിതമൊക്കെ റാഹത്താക്കി കൊടുക്കട്ടെ, സുഖകരമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്, നാളെ നല്ല ഭാര്യയും കുട്ടിയും വരുന്നുണ്ട്. ബുദ്ധിമുട്ട് കൂടാതെ എത്തുവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തിച്ചു തരട്ടെ. ഭാര്യയും കുട്ടിയൊക്കെ വന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഇമാമായി ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് അറിയാതെ ഫാത്തിഹ ഉറക്കെ ഓതിപ്പോയി. ഓർമ്മ വന്നപ്പോൾ പതുക്കെ ഓതുകയും ചെയ്തു. അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓർമ്മ വന്നാൽ പതുക്കെ ആക്കിയാൽ മതി. ഞാൻ ഇതിന്റെ പേരിൽ സഹുവിന്റെ സുജൂദും ചെയ്യണ്ട. ളുഹർ, അസ്ർ എന്നിവയിൽ പതുക്കെ ഓതാൻ എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കണ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുവാനാണ്. ളുഹർ, അസ്റൊക്കെ റസൂലുള്ളാഹി പതുക്കെ ഓതിക്കുന്നത്. നേരെ മറിച്ചും മഗ്രിബുക്കും ഇശാക്കും സുബഹിക്കും റസൂൽ ഉറക്കൻ ഓതുകയും ചെയ്തിട്ടുണ്ട്. കാരണം അന്വേഷിക്കാൻ നിൽക്കണ്ട. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെ ചെയ്യുക. അതാണ് കാരണം. എന്തായാലും കൊണ്ടില്ല. അപ്പൊ അതാണ് ഒരു മുഅ്മിന്റെ ബാധ്യത അല്ലേ. അള്ളാഹുവിന്റെ റസൂലിനാണ് പിൻപറ്റുക എല്ലാ വിഷയത്തിലും. അതിന്റെ കാരണം എന്തായാലും കൊണ്ടില്ല. അയാളും ശരി, ഇനി പതുക്കെ ഉറക്കെ ഓതി നിൽക്കുക. അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. സഹിന്റെ സുജൂദും ചെയ്യണ്ട. ഉസ്താദെ, KICR റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന സൈനുദ്ദീൻ ഒമാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പിന്നെ ജോലി, ബിസിനസ് സംബന്ധമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. കുടുംബജീവിതമൊക്കെ അല്ലാഹു സുഖാക്കി കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അദ്ദേഹത്തെയും നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെ
അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഭാര്യയും കുട്ടിയും അടുത്ത മാസം വിസിറ്റിങ്ങിന് കൊണ്ടുവരുന്നുണ്ട്. യാത്ര ഹൈറാകുവാൻ ഉസ്താദ് അള്ളാഹു സുബ്ഹാനഹു യാത്ര ഒക്കെ ഹൈറാക്കി തരട്ടെ. അള്ളാഹു യാത്രയിലും ഇവിടെയുള്ള താമസത്തിലും ഒക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വിഷമത്തിലും ബുദ്ധിമുട്ടിലൊന്നും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, സ്ത്രീകൾ അവരുടെ മുഖത്തുള്ള അനാവശ്യ രോമങ്ങൾ നീക്കുന്നത് തെറ്റില്ല? സ്ത്രീകൾ നീക്കുന്നത് തെറ്റില്ല എന്നാണ്. സ്ത്രീകളെ അവരുടെ മുഖത്തുള്ള രോമങ്ങൾ നീക്കുന്നത് കൊണ്ട് തെറ്റില്ല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇൻഷുറൻസ് കൂടിയാണ് അതിന്റെ ലാഭം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ലാഭം ഹലാലായ രീതിയിലാണ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പറ്റൂല. ഹലാലായ രീതിയിൽ പലിശയാണെങ്കിൽ നമ്മൾ കൊടുത്തതിനേക്കാളും കൂടുതൽ പൈസ കച്ചവടത്തിലൊന്നും അല്ലാത്ത നിലക്ക് നമുക്കൊന്ന് കിട്ടുക നിൽക്കുക, എന്നാൽ അത് ഹറാമാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഹലാലായ രീതിയിൽ ഒരു ഇസ്ലാമിക് ഇൻഷുറൻസ് ഒക്കെ നിൽക്കുക അല്ലേ? ഒരു ഇസ്ലാമിക് ഇൻഷുറൻസ് ഇപ്പൊ എങ്ങനെയാണ് അത് പിന്നെ അല്ല, ബാങ്ക് ഇൻഷുറൻസ് തന്നെ ഇസ്ലാമിക് ബാങ്കിന്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നിശ്ചയ സംഖ്യ എന്ത് ചെയ്യുക, ബാങ്കിൽ അടച്ചു കൊടുക്കുക. എന്നിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു, അത് ഹലാലായ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ആ പൈസ കൊണ്ട് നടത്തുന്നു. എന്നിട്ട് നമ്മുടെ ആ കച്ചവടത്തിൽ നമ്മുടെ വിഹിതം എത്രയാണോ ആ വിഹിതം അനുസരിച്ച് നമുക്ക് ലാഭം തരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ഹലാലാണ്. അത് ഇസ്ലാമിക് ബാങ്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ നമ്മുടെ ഇന്ത്യൻ ബാങ്കുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ, അതൊക്കെ പിന്നെ നമ്മൾ കൊടുത്തതിനേക്കാളും കൂടുതൽ പൈസ തരുന്നത് അത് പലിശയാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. പിന്നെന്താണ് അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പൈസയുടെ സക്കാത്തിനെ കുറിച്ച് വിശദീകരിക്കുമോ? എല്ലാ മാസവും സാലറി കിട്ടുന്നുണ്ട്, 1-2 മാസത്തിനിടെ അത് ചിലവാക്കുന്നുണ്ട്, അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും? അതിന് സക്കാത്തും കൊടുക്കണ്ട. എല്ലാ മാസവും ശമ്പളം കിട്ടുക, അത് പിന്നെ ചെലവായി പോവുകയാണ്. അതിനൊന്നും 1-2 മാസത്തിൻ്റെ ഒരു കൊല്ലത്തിന്റെ ഉള്ളിലായിട്ട് ചെലവായി പോവുകയാണെങ്കിലും സക്കാത്തില്ല. സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെ സംഖ്യയോ ഒരാളുടെ കയ്യിൽ വരികയും, ഒരാളുടെ കയ്യിൽ വന്നു, എന്നിട്ട് ആ സംഖ്യ 1 വർഷം അവൻ സൂക്ഷിച്ചു വെച്ചു. ആ 1 വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യ ഈ പറഞ്ഞതിനേക്കാളും കുറയുകയും ചെയ്തിട്ടില്ല, എന്നാലേ സക്കാത്ത് നിർബന്ധമുള്ളൂ. എന്നാൽ 2% സക്കാത്ത്. നേരെ മറിച്ച് ഒരാൾക്ക് 1 ലക്ഷം റുപ്യ ഒരു മാസം ശമ്പളം ഉണ്ട്, അതിൽ നിന്ന് ഒരു 50,000 റുപ്യ പിന്നെ ചെലവായി, ബാക്കി 50,000 റുപ്യ ഉണ്ട്. പിറ്റത്തെ മാസം പിന്നെ 1 ലക്ഷം റുപ്യ ശമ്പളം കിട്ടി. പക്ഷെ ആ മാസം ചെയ്ത് ആ ഒരു മാസത്തെ 1 ലക്ഷവും കഴിഞ്ഞ മാസത്തെ ബാക്കി 50,000 അത് അങ്ങനെ ചെലവായി പോയി. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ നിസാബ് തികയുന്ന സംഖ്യ അവൻ 1 വർഷം സൂക്ഷിച്ചു വെച്ചിട്ടില്ല, എന്നാൽ സക്കാത്ത് നിർബന്ധമില്ല. 595 ഗ്രാം വെള്ളിയുടെയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെയോ സംഖ്യ ഒരാളുടെ കയ്യിൽ വന്നു, ആ സംഖ്യ ഈ പറഞ്ഞതിനേക്കാളും കുറയാത്ത രീതിയിൽ 1 വർഷം മുഴുവൻ ഞാൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു, എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതല്ലാതെ ഇങ്ങനെ ശമ്പളം കിട്ടുന്നതൊക്കെ ചെലവായി പോകുന്നു, അതിന് സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ എന്താണ് അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ പെങ്ങൾ പ്രസവത്തിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെങ്ങളുടെ പ്രസവമൊക്കെ സുഖമാക്കി കൊടുക്കട്ടെ. യാതൊരു വിഷമവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. കാല് കഴുകുമ്പോൾ ആദ്യം വലത്തേതും ഇടത്തേതും എന്നല്ലേ, എന്നാൽ വീണ്ടും ഇടത്തേത് കഴുകിയാൽ വീണ്ടും അത് വലത്തുകൾ ഇല്ല. കാല് സുന്നത്താണത്. കൈകാലുകൾ കഴുകുമ്പോഴേ വലത്തേത് ആദ്യം കഴുകുക, പിന്നെ അടുത്തത് കഴുകുക സുന്നത്താണ്. ഇനി രണ്ടും ഒന്നിച്ച് കഴുകി, അല്ലെങ്കിൽ ആദ്യം അടുത്തത് കഴുകി പിന്നെ വലത്തേത് കഴുകി, എന്നാലും വുളൂഅൊക്കെ സഹിയാകും. വുളൂ സഹിയാകും. സുന്നത്താണ് ഇത്. ആദ്യം അടുത്തത് കഴുകുക, പിന്നെ അടുത്തത് കഴുകുക, അത് സുന്നത്താണ്.
ഇനി ആദ്യം ഇടത്തേത് കഴുകി പിന്നെയാണ് വലത്തത് കഴുകി, എന്നാലും ഒന്നും സഹിയാകും, സുന്നത്തിന്റെ കൂലിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഗർഭം 3 മാസമായപ്പോൾ വളർച്ചയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി സ്വാലിഹ ആയ സന്താനത്തെ ലഭിക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്യട്ടെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുട്ടികളൊക്കെ അള്ളാഹു ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാകട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അള്ളാഹു കുറെ ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയം പൂർണ്ണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയം ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മുടെ മഹാന്മാരായ ശംസുൽ ഉലമാ കെ.ടി. മാനു മുസ്ലിയാർ പോലെയുള്ള മഹാന്മാരൊക്കെ മരിച്ചതുപോലെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മറഞ്ഞു പോയ നമ്മുടെ കുടുംബക്കാർ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, മറ്റു ബന്ധപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ ഉഖറവിയ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖമാക്കി കൊടുക്കട്ടെ. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബർ ജീവിതം അള്ളാഹു സുഖമാക്കി തരട്ടെ. നമ്മൾ ചെയ്ത സ്വാലിഹായ അമലുകൾക്ക് അള്ളാഹു ഖബൂൽ ചെയ്യുകയും അതിലുള്ള പോരായ്മകളെല്ലാം അള്ളാഹുവിന്റെ മഹദായ ഫദ്ല് കൊണ്ട് പരിഹരിച്ചു തരികയും ആ അമലുകളെ അള്ളാഹു നമ്മുടെ ഖബറിൽ നമുക്ക് തുണയായി നൽകുകയും ചെയ്യട്ടെ. ഖബറിലെ വഹ്ശത്ത്, ഏകാന്തത, അതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.